സദാശിവസമാരംഭാം മാണ്ഡവ്യോപനിഷത്ത്. ഓമിത്യേതക്ഷരമിദം സർവം തസ്യോപവ്യാഖ്യാനം ഭൂതം ഭവദ്ഭവിഷ്യതി സർവം ഓംകാരൈവ യച്ഛാന്യത്രികാലാതീതം തദപ്യോംകാരൈവ. സർവം ചേതബ്രഹ്മായമാത്മാ ബ്രഹ്മ സ്വയമാത്മാ ചതുഷ്പാദ്. ജാഗ്രതസ്ഥാനോ ബഹിപ്രജ്ഞസപ്താംഗ ഏകോനവിംശതിമുഖസ്ഥൂലഭുഗ് വൈശ്വാനരഃ പ്രഥമപദഃ. സ്വപ്നസ്ഥാനോऽന്തഃപ്രജ്ഞസപ്താംഗ ഏകോനവിംശതിമുഖ പ്രവിവിക്തഭുഗ് തേജസോ ദ്വിതീയപാദഃ. യത്ര സുപ്തോ ന കഞ്ചന കാമം കാമയതേ ന കഞ്ചന സ്വപ്നം പശ്യതി സുഷുപ്തം സുഷുപ്തസ്ഥാനം ഏകീഭൂതപ്രജ്ഞാനഘനൈവാനന്ദമയോ ഹ്യാനന്ദഭുഗ് ചേതോമുഖ പ്രാജ്ഞസ്തൃതീയപാദഃ. യേശ സർവേശ്വര യേശ സർവജ്ഞേഷ അന്തര്യാമി യേശ യോനിഃ സർവസ്യ പ്രഭാവപ്രയോ ഹി ഭൂതാനാം. നാന്തഃപ്രജ്ഞം ന ബഹിപ്രജ്ഞം നോ ഭേദപ്രജ്ഞം ന പ്രജ്ഞാനഘനം ന പ്രജ്ഞം ന അപ്രജ്ഞം അദൃശ്യമവ്യവഹാരിമഗ്രാഹ്യമലക്ഷണമചിന്യമവ്യുപദേശമേകാത്മപ്രത്യസാരം പ്രപഞ്ചോപശമം ശാന്തം ശിവം അദ്വൈതം ചതുർത്ഥം മന്യന്തേ സ ആത്മാ സ വിജ്ഞേയഃ. സ്വയമാത്മാധ്യക്ഷരമോങ്കാരോ അധിമാത്രം പാദാ മാത്രാ മാത്രാശ്ച പാദാ അകാരോ ഉകാരോ മകാര ഇതി. ജാഗ്രതസ്ഥാനോ വൈശ്വാനരോ അകാര പ്രഥമാ മാത്ര ആപ്തേ ആദിമത്വാന്വാ ആപ്നോതി വൈ സർവാൻ കാമാൻ ആദിശ്ച ഭവതി യ ഏവം വേദ. സ്വപ്നസ്ഥാനത്തൈജസ ഉകാരോ ദ്വിതീയമാത്ര ഉത്കർഷാദ് ഉഭയത്വാദ് വാ ഉത്കർഷതിഹ വൈ ജ്ഞാനസന്ധനിം സമാനശ്ച ഭവതി നാസ്യ ബ്രഹ്മവിദ് കുലേ ഭവതി യ ഏവം വേദ.
സുഷുപ്തസ്ഥാനപ്രജ്ഞോമകാരസ്തൃതീയമാത്രാമിതിരപീതിർവാ ഇദം സർവം അപീതിശ്ച ഭവതി യ ഏവം വേദ. മാത്രശ്ചതുർത്ഥോ വ്യവഹാരിക പ്രപഞ്ചോ വശമശിവോ അദ്വൈതയും ഓംകാര ആത്മീക സംവിശതി ആത്മന ആത്മാനം ഏവം വേദ. അനാഥശാന്തി പ്രകടനത്തിൽ 43-ാമത്തെ കാര്യം. അജാദിസ്ത്രസതാം തേഷാം ഉപലംഭാദ് വിയന്തി ജാതിദോഷാനസേത്സ്യന്തി ദോഷോപ്യൽപോ ഭവിഷ്യതി. കഴിഞ്ഞ കാര്യത്തിൽ പറഞ്ഞു ഉപലംഭാത് സമാചാരാത് രണ്ട് കാരണങ്ങൾ പറഞ്ഞു. ശാസ്ത്രത്തിനും ആചാര്യന്മാരും സർവത്ര ഈ അജാതിയെക്കുറിച്ചല്ല പറയുന്നത്. അങ്ങനെ സർവവും സ്വപ്നമാണ്, അങ്ങനെ സ്വപ്നതുല്യമാണ്, പ്രാതിഭാസികമാണ് എന്നൊന്നുമല്ല പറയുന്നു. പല സ്ഥലത്തും ഈ പ്രപഞ്ചാനുഭവത്തിന്റെ വ്യാവഹാരികതയെ അംഗീകരിക്കുന്നു, അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു. സൃഷ്ടി സംഭവിച്ചു എന്ന് തന്നെ പറയുന്നു. സൃഷ്ടിക്ക് കാരണമായി ഒരു സൃഷ്ടികർത്താവ് ഈശ്വരൻ ഉണ്ട് എന്ന് പറയുന്നു. ഇവിടെയെല്ലാം ജാതിയെ, ജന്മത്തെക്കുറിച്ച് പറയും. പക്ഷെ ഇവിടെ പരമമായ അജാതി, അതാണ് പറയുന്നത്. അപ്പോൾ ഈ വ്യത്യാസം എന്തുകൊണ്ട് വന്നു? അതിനാണ് കഴിഞ്ഞ ദിവസം സമാധാനം പറഞ്ഞത്. ഇവിടെ പറയുന്നത് പാരമാർത്ഥിക ദൃഷ്ടിയിൽ പറയുകയാണ്. പാരമാർത്ഥിക ദൃഷ്ടിയിൽ തന്നെ വ്യത്യാസമുണ്ട്, അതിനി പറയും. പാരമാർത്ഥിക ദൃഷ്ടിയിൽ പറയുമ്പോൾ ഇത് കേവലം ഭാനം മാത്രം, പ്രതീതി മാത്രം. ഇതിന് പ്രതീതി സത്തയോ, ഇതിന്റെ പ്രതീതി എന്നുള്ള നിലനിൽപ്പേ ഉള്ളൂ. അതിൽ കവിഞ്ഞൊരു പാരമാർത്ഥികത്വമില്ല പ്രപഞ്ചാനുഭവത്തിൽ. അങ്ങനെ ഒരു അനുഭവം നിലനിൽക്കേ അത് കേവലം പ്രതീതി മാത്രം എങ്ങനെയാകും? അതിന് സ്വപ്ന ദൃഷ്ടാന്തത്തെ പറഞ്ഞു. അതിലൂടെ അത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ജാഗ്രതയിൽ തന്നെ പ്രതീതി മാത്രമായ അനുഭവങ്ങൾ ധാരാളമുണ്ട്. ആ അനുഭവങ്ങളെ അപേക്ഷിച്ച് കുറച്ചുകൂടി വ്യക്തമാണ് സ്വപ്നം. അതിന് കാലദേശങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തതയുണ്ട്. ഇവിടെ ഉണ്ടാകുന്ന അനുഭവങ്ങൾ ഭ്രാന്തി ക്ഷണികമായിരിക്കും പലപ്പോഴും. സ്വപ്നം അങ്ങനെയല്ല, അത് കുറച്ചുകൂടി സജീവമാണ്. ഇതങ്ങനെയല്ല, മായികമായി അനുഭവപ്പെടുന്നു. കുറച്ചുകൂടി വ്യക്തതയുണ്ട് ഇന്ദ്രജാലത്തിൽ, അതിനെയും പറയും. അതെന്തായാലും ഈ രണ്ടു തരത്തിലുള്ള ഉപദേശം ആചാര്യന്മാർ തന്നെ ചെയ്തിട്ടുണ്ട്.
ഒന്ന് ഇതിന്റെ വ്യാവഹാരികമായ ഉണ്മയെ അംഗീകരിച്ചുകൊണ്ട്, വ്യാവഹാരിക ദൃഷ്ടിയ. മറ്റൊന്ന് കേവലം പാരമാർത്ഥികമായ നിലയിൽ. അതുകൊണ്ട് ബ്രഹ്മസൂത്രത്തിലും മറ്റും ജന്മാദ്യസ്യതഃ ശാസ്ത്രയോനിത്വാ എന്നിങ്ങനെ സൃഷ്ടിയെക്കുറിച്ച് പറയുന്നത് അത് പാരമാർത്ഥികമല്ല, പാരമാർത്ഥിക തത്വമല്ല. അല്ലെങ്കിൽ പാരമാർത്ഥികമായി ഭ്രാന്തി, പ്രതീതി, ഭാനം എന്നെല്ലാം പറയുന്നുകൊണ്ട് അതല്ല മനസ്സിലാക്കേണ്ടത്. എന്തുകൊണ്ടങ്ങനെ രണ്ടു തരത്തിൽ ഉപയോഗിച്ചു? അതിനാണ് പറഞ്ഞു കാലം ഭാഗ് സമാചാര. ഒന്നനുഭവം. അനുഭവത്തെ ആർക്കും നിഷേധിക്കാൻ വയ്യ. പ്രത്യേകിച്ചും അജ്ഞന്റെ അനുഭവത്തെ അജ്ഞനെങ്ങനെ നിഷേധിക്കാൻ പറ്റും? അജ്ഞനെ നിഷേധിക്കാൻ കഴിയത്തില്ല. വിജ്ഞനോ അതിനോട്ട് തയ്യാറാകത്തുമില്ല. കാരണം അനുഭവത്തെ നിഷേധിച്ചു കഴിഞ്ഞാൽ ആ നിഷേധത്തെ ചെവിക്കൊള്ളാൻ ആരും കാണത്തില്ല. അതുകൊണ്ട് അനുഭവിക്കുന്നവന്റെ നിലയിൽ അവന്റെ അനുഭവത്തെ അംഗീകരിച്ചുകൊണ്ട് സംസാരിക്കുന്നതാണ് സൃഷ്ടിയെക്കുറിച്ച് പറയുന്നതെല്ലാം. അത് ശ്രുതിയായാലും ശരി, ആചാര്യനായാലും ശരി, മറ്റ് ശാസ്ത്രങ്ങളായാലും ശരി. അതാണ് ഇവിടെയും പറയുന്നത്. ഏചൈവം ഉപലംഭ സമാചാര. മറ്റൊന്ന് സമാചാരം. നേരത്തെ പറഞ്ഞ വർണ്ണ ആശ്രമ വ്യവസ്ഥ, എന്നുവെച്ചാൽ സമൂഹത്തിലെ വ്യവസ്ഥ. ഈ വ്യവസ്ഥകൾ സമൂഹത്തിൽ ഇങ്ങനെ നിലനിന്നു പോകേണ്ട ആവശ്യമാണ്. കാലദേശങ്ങൾക്കനുസരിച്ച് അതിന് മാറ്റം വരാം, പക്ഷെ വ്യവസ്ഥ ആവശ്യമാണ്. സമൂഹത്തിൽ അത്തരം വ്യവസ്ഥകളെ നിലനിർത്തി മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്നതിന് വേണ്ടിയും ആചാര്യന്മാർ വ്യാവഹാരികമായ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കുന്നു. എന്നാലും ഇത് പറഞ്ഞാൽ മനസ്സിലാകുന്ന ആൾക്കാർ എപ്പോഴും കാണും. അവർക്ക് വേണ്ടി അജാതിയെക്കുറിച്ച് പറഞ്ഞു. അതാണ് പാരമാർത്ഥികം. ഒരേ അനുഭവത്തെ തന്നെ അജ്ഞന്റെ അനുഭവവും ജ്ഞാനിയുടെ അനുഭവവും അനുഭവം എന്നുള്ള നിലയ്ക്ക് വ്യത്യാസമൊന്നുമില്ല. വ്യത്യാസമില്ല എന്ന് പറഞ്ഞാൽ പകലിനെ പകലായി അറിയുന്നു, രാത്രിയെ രാത്രിയായി അറിയുന്നു, അഗ്നിയെ അഗ്നിയായി അറിയുന്നു, ജലത്തെ ജലമായി അറിയുന്നു. ഈ അനുഭവത്തിലൊന്നും വ്യത്യാസമില്ല. എന്നാലും അതിൽ അജാതിയെ സമർത്ഥിക്കുന്ന എങ്ങനെ പറയുന്നു? ഈ അനുഭവം ആരോപിതമാണ്, അല്ലെങ്കിൽ ആവിദ്യകമാണ്, അല്ലെങ്കിൽ ഇത് പരമാർത്ഥമല്ല, അജാതിയാണ് എന്ന് പറയുന്നു. ഇത്രയേ ഉള്ളൂ. അനുഭവത്തിന്റെ നിലയിൽ നിഷേധിക്കുന്നില്ല. അങ്ങനെ നിഷേധിക്കുന്നുവെന്ന് കരുതിയാണ് നമ്മൾ അതിനെ ചോദ്യം ചെയ്യുന്നത്. അങ്ങനെയെന്നാൽ പറയുന്ന പ്രപഞ്ചം മിഥ്യയാണ്, അർത്ഥം ധരിക്കുന്നത് പ്രപഞ്ചം ഇല്ലാത്തതാണെന്ന് പറഞ്ഞു. അങ്ങനെയല്ല പറയുന്നു. പ്രപഞ്ചം നിങ്ങളുടെ അനുഭവത്തിലുണ്ട്, അത് പരമാർത്ഥമല്ല. പരമാർത്ഥമല്ലാതെ എങ്ങനെ ഒരു അനുഭവം നിലനിൽക്കും? ആരോപിതമാണ്, അല്ലെങ്കിൽ കൽപ്പിതമാണ്. അതാണ് ഇവിടെ വിശദീകരിക്കുന്നു. ഉപലംഭാദ സമാചാരാച്ച അജാതിഹി അജാതി വസ്തുനഃ ത്രസന്തോ അസ്തി വസ്തു ഇതി അദ്വയ ആത്മനോ വിയന്തി വിരുദ്ധം യന്തി. നമ്മുടെ അനുഭവം കൊണ്ടും നമ്മുടെ ആചരണം കൊണ്ടും, നേരത്തെ ചോദിച്ചല്ലേ എന്താണ്? അഗ്നി സ്പർശിച്ചാൽ നിങ്ങൾക്ക് പൊള്ളത്തില്ലേ? ഇതിൽ അനുഭവം ആചരണവുമുണ്ട്. ഇതെല്ലാം കൊണ്ട്, ഇത്തരം അനുഭവങ്ങളും ആചരണവും കൊണ്ട്
അജാതി വസ്തുനഃ ത്രസന്തോ, ഈ അജാതത്തെ ഉൾക്കൊള്ളാൻ പറ്റില്ല. ജഗത് മിഥ്യാത്വം അതിനെ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. ഭയക്കം അതെങ്ങനെ സംഭവിക്കും? അത് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ താൻ ആരായി, തനിക്ക് പിന്നെ എന്താ ഉള്ളത്, എല്ലാം നഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് അതിനെ ഭയന്നിട്ട് അസ്ഥി വസ്തു ഇതി അദ്വയാത് ആത്മനോ വിയന്തി, അവർ ആ പരമാർത്ഥമായ ഈ ദ്വൈതത്തെ പാരമാർത്ഥികമായി കാണുന്നു, എന്നിട്ട് പരമാർത്ഥത്തെ ഭയക്കുന്നു. സത്യമല്ലാത്തതിനെ സത്യമായി കാണുന്നു, എന്നിട്ട് അദ്വയാത്മനോ വിയന്തി, വിരുദ്ധം വിയന്തി, ദ്വൈതം പ്രതിപദ്യന്തി. എന്താണോ പരമാർത്ഥമായി ശ്രുതി ബോധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് അതിന് വിരുദ്ധമായ കാര്യത്തിൽ മുറുകെ പിടിക്കുന്നു. അത് മനുഷ്യന്റെ സ്വഭാവമാണ്, ജീവന്മാരുടെ സ്വഭാവമാണ്. അതിനെ അംഗീകരിച്ചേ പറ്റൂ. അതുകൊണ്ട് സൃഷ്ടിയെക്കുറിച്ച് പറയുന്നു എന്നാണ്. തേഷാം അജാദേഹേ ത്രസതാം ശ്രദ്ധാനാനാം സന്മാർഗാവലംബിനാം ജാതിദോഷ ജാത്യുപലംഭകൃത ദോഷ ന സിദ്ധ്യന്തി സിദ്ധിന്ന ഉപയാസ്യന്തി. അവരുടെ അവസ്ഥ എന്താണെന്ന് പറയുന്നു. ഈ പറയുന്ന ആചാര്യന്റെ പരമമായ ഉപദേശത്തെ ഗ്രഹിച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? അതിനും വലിയ ദോഷമൊന്നുമില്ല. എന്തുകൊണ്ട്? അത് ഗ്രഹിക്കാതിരിക്കുന്നത് അവരുടെ ദോഷമല്ല, അവർക്കതിനുള്ള പക്വത വന്നിട്ടില്ല. പക്വത വരാത്തതുകൊണ്ട് അവരതിനെ ഗ്രഹിക്കുന്നില്ല, അതിനെ ഭയക്കുന്നു. മുമ്പ് പറഞ്ഞു യോഗിനോ ബിഭ്യതി ഹ്യസ്മാ, ഈ ബന്ധനത്തിൽ നിന്ന് മോചിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർ തന്നെ പരമാർത്ഥത്തെ ഭയക്കുന്നു. അജാദേഹേ ത്രസതാം ശ്രദ്ധാനാന, ഒരു ശരീരാതിരിക്തമായ ആത്മാവിനെ സ്വീകരിക്കുന്നു, മോക്ഷത്തെ അംഗീകരിക്കുന്നു, സന്മാർഗത്തെ സ്വീകരിക്കാൻ അവർ തയ്യാറാണ്. അവരെ സജ്ജനങ്ങൾ, ശിഷ്ടന്മാരെന്ന് പറയുന്നു. അങ്ങനെയുള്ള ശിഷ്ടന്മാർ സന്മാർഗ അവലംബിനാം ജാതിദോഷ ജാതി ഉപലംഭകൃത ദോഷ ന ശേഷ്യന്തി. അവർക്ക് ജാത്യുപലംബം കൊണ്ട് ഇതെല്ലാം പരമാർത്ഥമാണെന്ന് കരുതുന്നതുകൊണ്ട് വലിയ ദോഷമൊന്നും വരുന്നില്ല. ദോഷം വരുന്ന ഇപ്പോൾ സന്മാർഗത്തിന് വിരുദ്ധമായി സഞ്ചരിക്കുമ്പോൾ അവിടെയാണ് ദോഷം വരുന്നത്. അവർ സന്മാർഗത്തിൽ തന്നെ സഞ്ചരിക്കുന്നു, പക്ഷെ അവരുടെ മനസ്സ് ഇതിനെ ഉൾക്കൊള്ളുന്ന അത്രയും വളർന്നിട്ടില്ല. അതുകൊണ്ട് അവര് മോശക്കാരാണെന്ന് പറഞ്ഞ് അവരെ തള്ളിക്കളയുകയല്ല. അങ്ങനെ ഒരാൾക്കത് ഉൾക്കൊണ്ടില്ല എന്ന് വിചാരിച്ച് അതിന്റെ ദോഷം അല്പമാണ്. ദോഷാനസ്യന്തി സിദ്ധിന്നോപയാസ്യന്തി. ഹിംസാദി ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്നതുകൊണ്ട് വരുന്ന ദോഷങ്ങൾ പോലെയുള്ള ദോഷങ്ങളൊന്നും അവർക്ക് സംഭവിക്കുന്നില്ല. എന്തുകൊണ്ട്? വിവേകമാർഗ പ്രവൃത്തിത്വ. അവർ വിവേകമാർഗത്തിൽ തന്നെയാണ് സഞ്ചരിക്കുന്നത്. ഒരു ബന്ധമോക്ഷങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു, മോക്ഷത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു. പക്ഷെ ഈ മാർഗത്തിലൂടെ അല്ലാന്നേ ഉള്ളൂ. ഒരാൾ ജഗൻ മിഥ്യാത്വത്തെ ബോധിച്ചില്ല എന്ന് വിചാരിച്ച് അയാൾ നരകത്തിലൊന്നും പോകത്തില്ല എന്നാ പറഞ്ഞു വരുന്നു. അത് ശ്രേഷ്ഠമാണെങ്കിൽ തന്നെയും അതിൽ പ്രവർത്തിക്കാത്തത് അയാളുടെ പോരായ്മ കൊണ്ടാണ്. അതുകൊണ്ട് വിശേഷ ദോഷമൊന്നും സംഭവിക്കുന്നില്ല. യദ്യപി കശ്ചിത് ദോഷകസ്യാത് സോപി അല്പൈവ ഭവിഷ്യതി. പറയുന്നു എന്തെങ്കിലും ഒരു ദോഷം കൂടെ വരാം, നരകപതനമൊന്നും സംഭവിക്കത്തില്ല. പക്ഷെ ഈ പരമമായ തത്വത്തെ ഗ്രഹിക്കാതിരിക്കുക, അങ്ങനൊരു ദോഷം വരാം. അതാണ് യദ്യപി കശ്ചിത് ദോഷകസ്യാത്. ഒരു ദോഷമില്ലെങ്കിൽ പിന്നെ എന്തിനെ ഗ്രഹിക്കണം? ഈ തത്വത്തെ ഗ്രഹിക്കുന്നതുകൊണ്ട് പിന്നെ എന്താ മേന്മ എന്ന് ചോദിച്ചു. അതുകൊണ്ട് പറയുന്നു
അല്പമാത്രമായ ഈ സത്യത്തെ ഗ്രഹിക്കാൻ കഴിയുന്നില്ല എന്നുള്ള അത് അല്പൈവ ഭവിഷ്യതി. അതൊരു നിസ്സാരമായ കാര്യമാണ്. സമ്യക് ദർശന അപ്രതിപത്തി ഹേതുക. അതാണ് ആ സമ്യക് ദർശനത്തെ, യഥാർത്ഥമായ ജ്ഞാനത്തെ ഗ്രഹിക്കാതിരിക്കാൻ കഴിയുക എന്ന് പറയുന്ന ഒരു ദോഷമേ ഉള്ളൂ. അങ്ങനെ പറയാൻ കാരണം, ഇതാണ് പരമാർത്ഥമെങ്കിൽ ശാസ്ത്രം തന്നെ പരമാർത്ഥമല്ലാത്ത കാര്യത്തെ ഉപദേശിക്കുന്നു, ജനങ്ങളതിനെ സ്വീകരിക്കുന്നു, അതിന്റെ വഴിക്ക് സഞ്ചരിക്കുന്നു. ഇതെല്ലാം ദോഷമല്ലേ പറയുന്നു? അത് ദോഷമല്ല. പരമാർത്ഥത്തെ ഗ്രഹിക്കാതിരിക്കുക എന്ന് പറയുന്നത് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതൊരു ചെറിയ പോരായ്മ, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഈ ലോകം, ഈ സംസാരം ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതിനെല്ലാത്തിനും ആളുണ്ടാവും. പരമാർത്ഥത്തെ ഗ്രഹിക്കുന്നവർ, അത് ഗ്രഹിക്കാത്തവർ, ഈ രണ്ടു കൂട്ടരും കാണും. അത് സന്മാർഗത്തിലാണ് ചരിക്കുന്നതെങ്കിൽ ദോഷമില്ല. അതാണ് പറഞ്ഞു വരുന്നത്. അജാദേഹി ത്രസതാം തേഷാം ഉപലംഭാന്വിയന്തിയേ ജാതിർദോഷാന സേത്സ്യന്തി ദോഷോപ്യൽപോ ഭവിഷ്യതി ഉപലംഭാത് സമാചാരാത് മയാഹസ്തി യഥുച്യതേ ഉപലംഭാത് സമാ അസ്തി വസ്തു തഥുച്യതേ ഉപലംഭ സമാചാരയോ പ്രമാണത്വാദ് അസ്തിയേവ ദ്വൈതം വസ്തു ഇതി. മുമ്പ് ഈ കാൽപ്പനികത, പ്രപഞ്ചാനുഭവത്തിന്റെ അസത്യത്വം, ഇതിനെ ബോധിപ്പിക്കാൻ വേണ്ടി സ്വപ്നത്തെയാണ് ഒരു ദൃഷ്ടാന്തമായിട്ടെടുത്തത്. സ്വപ്ന അനുഭവത്തിലൂടെ ജാഗ്രത അനുഭവത്തെ അസത്യമെന്ന് ബോധിപ്പിക്കുക, അത് പലർക്കും സ്വീകാര്യമായൊരു കാര്യമല്ല. എന്തുകൊണ്ട്? ഇത് രണ്ട് അനുഭവ തലങ്ങളാണ്, പരസ്പരം ഒരു ബന്ധവുമില്ലാത്ത രണ്ട് അനുഭവ തലങ്ങൾ. അതുകൊണ്ട് ആൾക്കാർ സാധാരണ ചോദിക്കും, ശരി, സ്വപ്നം അസത്യമായിക്കൊള്ളട്ടെ, എന്താ അതുകൊണ്ട് ഈ ജാഗ്രത അസത്യമാവും എന്ന് ചോദിക്കും. അതുകൊണ്ട് ഇവിടെ മറ്റൊരു ഉദാഹരണം പറയുന്നു. ജാഗ്രതയുടെ തന്നെ ഉദാഹരണത്തെ എടുക്കുന്നു. ജാഗ്രതത്തിൽ നിങ്ങൾക്ക് എന്തിനെങ്കിലും എവിടെയെങ്കിലും അസത്യമെന്ന് ബോധിക്കാൻ കഴിയുന്നുണ്ടോ? അപ്പോൾ സത്യമായി അനുഭവപ്പെടുന്ന ഒരു അനുഭവം പിന്നീട് സത്യമായി അനുഭവപ്പെടുന്ന ഒന്ന് പിന്നീട് അസത്യമായി അനുഭവപ്പെടുന്നുണ്ടോ? അതാണ് ഇവിടെ ഉദാഹരണമായി പറയുന്നത്. ഉപലംഭ സമാചാരയോ പ്രമാണത്വ. അനുഭവവും പ്രവൃത്തിയും ഇതിനെ കണക്കിലെടുക്കാതെ ഒരു തത്വത്തെയും പറയാൻ വയ്യ ആർക്കും. ജാഗ്രത സത്യമായ അനുഭവമാണ്, ജാഗ്രതയിൽ സത്യമായ പ്രവൃത്തികളും നടക്കുന്നു. സത്യമായ പ്രവൃത്തി എന്ന് പറയുമ്പോൾ പ്രവർത്തനം, പ്രതിപ്രവർത്തനം ഇതല്ല. അഗ്നിയെ സ്പർശിക്കുന്നു, ചൂടനുഭവപ്പെടുന്നു, അത് അറിവിൽ മാത്രമാണ്. അഗ്നിയെ സ്വപ്നം കാണുന്ന പോലെയല്ല, അഗ്നിയെക്കുറിച്ച് മനോരഥത്തിൽ കാണുന്നത് പോലെയല്ല. നേരിട്ട് അഗ്നി സ്പർശിക്കുമ്പോൾ ശരീരം പൊള്ളുന്നു. ഇതാണ് സമാചരണം. ഇതൊരു പ്രവൃത്തിയാണ്, സഫലമായ പ്രവൃത്തി. ഇത് ഈ ജാഗ്രതയിൽ കണ്ടുകൊണ്ടിരിക്കുക, ജാഗ്രതയിലെ അനുഭവത്തിന് മാറ്റമില്ലല്ലോ എന്നാണ്. ഇതെല്ലാം അസത്യമാണ്, അവസ്തുവാണ് എന്ന് പറയണമെങ്കിൽ ഈ പറയുന്ന ഉപലംഭ സമാചാരങ്ങൾക്കൊരു മാറ്റം അതെവിടെ? അതില്ലാത്തടത്തോളം കാലം ഇതിനങ്ങ് അംഗീകരിക്കുക, ഇതൊരു വെറും തോന്നലാണ്, കൽപ്പനയാണ്, ഇനി അംഗീകരിക്കാൻ എങ്ങനെ കഴിയുമെന്നാണ്.
അസ്തിയവ ദ്വൈതം വസ്തു. അതുകൊണ്ട് ഈ കാണുന്ന വസ്തുക്കൾ സത്യം തന്നെയാണ്. അല്ലെങ്കിൽ ഇത് രണ്ടും ഇല്ലാതാകണം. അനുഭവവും പ്രവൃത്തിയും ഇല്ലാതാകണം. അതൊട്ടും ഇല്ലാതാകുന്നുമില്ല. ഇതിനെങ്ങനെ അസത്യം എന്ന് പറയാൻ കഴിയും? പറയുന്നു നാ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കുന്നത് ശരിയായ ദിശയിലല്ല. എന്തുകൊണ്ട്? ഉപലംബ സമാചാരയോർ വ്യഭിചാര. ഉപലംബ സമാചാരങ്ങൾക്ക് ഈ ജാഗ്രതയിൽ തന്നെ മാറ്റം കാണുന്നുണ്ട്. സ്വപ്നത്തിലേക്ക് പോകേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ തന്നെ ഇത് ബോധ്യപ്പെടുന്നുണ്ട്. എന്റെ അനുഭവവും പ്രവൃത്തിയും ശരിയായിരുന്നില്ല. കഥം വ്യഭിചാരയിപ്പിച്ചത്? എങ്ങനെ മാറ്റം വരുന്നു അനുഭവത്തിന്? ജാഗ്രതയിൽ തന്നെ എങ്ങനെ മാറ്റം വരുന്നു? ഉപലഭ്യതേഹി മായാഹസ്തി ഹസ്തീവ ഹസ്തിനമിവ അത്ര സമാചരന്തി ബന്ധന ആരോഹണാദി ഹസ്തി സംബന്ധിഭിർ ധർമ്മേഹി ഹസ്തിത് ച ഉച്യതേ അസന്നപിയത. പറയുന്നു, നിങ്ങൾ ഇന്ദ്രജാലം കണ്ടിട്ടുണ്ടോ? മായാജാലം. മായാജാലത്തിൽ വളരെ സമർത്ഥന്മാരായ മായാവികൾ അവർ പലതും മുമ്പിൽ സൃഷ്ടിച്ചു കാണിക്കും. മായാഹസ്തി, സ്വന്തം മുമ്പിൽ മായാഹസ്തിയെ കാണിച്ചു. ഇല്ലാത്തതായ ആന മുമ്പിൽ നിൽക്കുന്നതായി കാണിച്ചു. ഹസ്തീവ ഹസ്തിനമിവാത്ര സമാചരന്തി. കാണുക മാത്രമല്ല, അനുഭവം മാത്രമാണ്, ഉപലംബം മാത്രമല്ല. ആനയെ കണ്ടുകഴിഞ്ഞാൽ പ്രവൃത്തിയുണ്ടെന്നാണ്. ബന്ധനം, ആനയെ ബന്ധിക്കാൻ കഴിയുന്നുണ്ട്. ആരോഹണം, ആനയുടെ പുറത്ത് കയറാൻ കഴിയുന്നുണ്ട്. ഇങ്ങനെ ആന ചിലപ്പോൾ കുത്തുന്നതായി അനുഭവപ്പെടാം, ആന ഓടിക്കുന്നതായി അനുഭവപ്പെടാം, ആനയെ കണ്ട് ഓടാം. അപ്പോൾ കേവലം അനുഭവം മാത്രമാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്നത് കേവലം ആശയങ്ങൾ മാത്രമാണ്. ഇത് ആശയവാദമാണ്. ആശയവാദത്തിൽ എന്താണ്? നമ്മുടെ സങ്കല്പത്തിൽ എന്തിനേയും ചിന്തിച്ചു കൂട്ടാം. നമ്മുടെ ബാഹ്യപ്രവൃത്തിയുമായി അതിന് യാതൊരു ബന്ധവും വരത്തില്ല. ഒരുപാട് സിദ്ധാന്തങ്ങൾ നമ്മുടെ മനസ്സിൽ ആവിഷ്കരിക്കും. ഇവിടെ അതല്ല പറയുന്നത്. ഇവിടെ പറയുന്നത് ദൃഷ്ടാന്തസഹിതം പറയുകയാണ്. നിങ്ങൾക്ക് യഥാർത്ഥമായ അനുഭവങ്ങളുണ്ടാകാം. അത് കേവലം മനസ്സിന്റെ ആശയത്തിന്റെ തലത്തിലല്ല, ബാഹ്യമായി തന്നെ. പ്രവൃത്തി സംഭവിക്കുന്നു, അതുമായി ബന്ധപ്പെട്ട പ്രവൃത്തികൾ സംഭവിക്കും. അതിന് ഇന്ദ്രജാലക്കാരന്റെ ആനയെ കണ്ടപ്പോൾ ഭയന്നു. ഭയം മനസ്സിന് മാത്രമല്ല, ശരീരത്തിനും വന്നു. അതാണ് അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചത്. അപ്പൊ അറിവിനനുസരിച്ചുള്ള പ്രവൃത്തി സംഭവിക്കുന്നു. സംഭവിച്ചു കഴിഞ്ഞ് ആന അപ്രത്യക്ഷമാകുമ്പോൾ ബോധ്യപ്പെടുന്നു. എന്താണ് ബോധ്യപ്പെടുന്നത്? അത് സത്യമായിരുന്നില്ല. എന്തുകൊണ്ടാണ് ഈ മായാഹസ്തിയുടെ ഉദാഹരണം കൊടുക്കുന്നത്? രജ്ജുസർപ്പത്തിന്റെ ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ, നമ്മൾ 10 പേര് പോയി ഒരു സ്ഥലത്ത്, ഒരാൾക്ക് സർപ്പഭ്രാന്തി ഉണ്ടായി. ആ സർപ്പത്തെ ഒരുവനെ കണ്ടുള്ളൂ, ബാക്കിയുള്ളവരാരും കണ്ടില്ല. മായാഹസ്തി അങ്ങനെയല്ല. അവിടെ കൂടിയിരിക്കുന്ന ജനം മുഴുവൻ കാണുന്നു. ഭയമുള്ള സർവരും ഭയക്കുന്നു. ഇതെല്ലാം സംഭവിക്കുന്നു. അതുകൊണ്ട് അതിനെ പ്രത്യേകിച്ചെടുത്ത് കാണിക്കുന്നു. അവിടെ എന്താണ്? അനുഭവം സത്യമല്ല. അവിടെ സംഭവിച്ച പ്രവൃത്തികൾ അത് മിഥ്യായ അനുഭവത്തെ ആശ്രയിച്ചായിരുന്നു. ഇവിടെ പറയുന്നത് യഥാർത്ഥമായ അനുഭവത്തെ ആശ്രയിച്ചും പ്രവൃത്തികൾ സംഭവിക്കാം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഉദാഹരണം പറയുന്നത്. അസന്നബിയഥ, വാസ്തവത്തിൽ ഒന്നും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല. എന്നാലും അസത്യമായ അനുഭവത്തെ ആശ്രയിച്ചും പ്രവൃത്തികൾ സംഭവിക്കാം. എന്തുകൊണ്ടാണ് ഈ മായാഹസ്തിയുടെ ഉദാഹരണം കൊടുക്കുന്നത്? അത് സത്യമായ അനുഭവത്തെ ആശ്രയിച്ചും പ്രവൃത്തികൾ സംഭവിക്കാം.
ആ അനുഭവത്തെ ആശ്രയിച്ച് സത്യം എന്നതുപോലെയുള്ള പ്രവൃത്തികൾ സംഭവിച്ചു. അവിടെ അനുഭവം സത്യം തന്നെയായിരുന്നു അനുഭവിച്ചത്. ഹസ്തി മായാഹസ്തിയാണെന്ന് തിരിച്ചറിഞ്ഞില്ല. തിരിച്ചറിഞ്ഞാൽ ഭയക്കത്തില്ല. അത് സംഭവിക്കുന്നത് പോലെയാണ്. അങ്ങനെ സംഭവിക്കാമെങ്കിൽ, ജാഗ്രതത്തിൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകാമെങ്കിൽ, കുറച്ചുകൂടി ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ ജാഗ്രതം മൊത്തത്തിൽ അതുപോലുള്ളൊരു അനുഭവമാണ്. പരമാർത്ഥമല്ലാത്ത അനുഭവത്തെ ആശ്രയിച്ചുകൊണ്ട് പ്രവൃത്തികൾ സംഭവിക്കുകയാണ്. ഭ്രാന്തിക്ക് കീഴ്പ്പെട്ട ഒരു മനസ്സ് ആ മനസ്സിന്റെ തോന്നലനുസരിച്ച് ബാഹ്യമായ ശാരീരികമായ പ്രവൃത്തികൾ സംഭവിക്കുന്നു. ആ പ്രവൃത്തികൾ അനുഭവപ്പെടുന്നത് യാഥാർത്ഥ്യമായിട്ടാണ്. അതുപോലെ തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഭ്രാന്തി കൊണ്ട് ശരീരാദി പ്രതീതി ഉണ്ടാകുന്നു. ആ പ്രതീതിയെ പിന്തുടർന്ന് ശാരീരികമായ പ്രവൃത്തികളും സംഭവിക്കുന്നു. അത് അടുത്ത കാരികയിൽ ഒന്നുകൂടി വ്യക്തമാക്കും. തഥാ ഇവ ഉപലംഭാത് സമാചാരാത് ദ്വൈതം ഭേദരൂപം അസ്ഥി വസ്തു ഇത്യുച്യത്തെ. അതുകൊണ്ട് അനുഭവപ്പെടുന്നതുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഈ ദ്വൈതം ഭേദരൂപം ശബ്ദസ്പർശരൂപരസഗന്ധ ഈ ഭേദത്തോടുകൂടി ഇതെല്ലാം നിലനിൽക്കുന്നു, സത്യമായി നിലനിൽക്കുന്നു എന്ന് അനുഭവിക്കുന്നു, പറയുന്നു, പ്രവർത്തിക്കുന്നു. തസ്മാനുപലംഭ സമാചാരോ ദ്വൈതവസ്തു സദ്ഭാവേ ഹേതുഭവദൈത്യോഭിപ്രായം. അതുകൊണ്ട് ഞാനിതിനെ അറിയുന്നു, അറിയുക മാത്രമല്ല ഇതിനെ സത്യമായി അറിയുന്നു. ആ അറിവിനെ ആശ്രയിച്ച് സഫലമായ പ്രവൃത്തികൾ സംഭവിക്കുന്നു. അതാണല്ലോ നമ്മൾ പറയുന്നത് സത്യമാണെന്നുള്ളതിന്. വസ്ത്രത്തെ അറിഞ്ഞു എന്നുള്ളത് മാത്രമല്ല, ആ വസ്ത്രം ധരിക്കുന്നതിനും കഴിയുന്നു. അതാണ് സഫല പ്രവൃത്തി. ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളെ അറിയുന്നു എന്ന് മാത്രമല്ല, അതിനെ സഫലമായി അനുഭവിക്കാനും കഴിയും. എങ്ങനെ? അതിൽ നിന്ന് സുഖം, ദുഃഖം തുടങ്ങിയ അനുഭവങ്ങൾ ഉണ്ടാകുന്നു. അന്നപാനാദികളിൽ നിന്ന് ക്ഷുത്പിപാസ നിവൃത്തി, വിശപ്പും ദാഹവും എല്ലാം മാറുന്നു. ഇതൊക്കെ സഫല പ്രവൃത്തികളാണ്. അനുഭവവും അനുഭവത്തെ തുടർന്നുള്ള സഫല പ്രവൃത്തികളും നടക്കുന്നതുകൊണ്ട് ഇത് സത്യമാണെന്ന് പറയുകയാണെങ്കിൽ ഇതുപോലുള്ള സഫല പ്രവൃത്തികൾ അനുഭവത്തെ ആശ്രയിച്ച് ഇന്ദ്രജാലം കാണുന്നവന് സംഭവിക്കുന്നു, മായാഹസ്തിയെ സംബന്ധിച്ച് സംഭവിക്കുന്നു. അതുകൊണ്ട് അത് സത്യമാണെന്ന് പറയാൻ പറ്റും. ഇപ്പൊ ജാഗ്രതത്തിൽ ഇതുപോലെ ധാരാളം അനുഭവങ്ങളുണ്ട്. ജാഗ്രതത്തിൽ ശരിക്കും യഥാർത്ഥ അനുഭവത്തെക്കാൾ കൂടുതൽ ഭ്രമാനുഭവങ്ങളാണ്. യഥാർത്ഥത്തെക്കുറിച്ചുള്ള അനുഭവം അല്പമേ നമുക്കുണ്ടാകുന്നുള്ളൂ. കൂടുതലും ഭ്രമാനുഭവങ്ങളാണ്. പക്ഷെ അതിനെ ഭ്രമമായി നമ്മൾ തിരിച്ചറിയുന്നില്ലെന്നേ ഉള്ളൂ. നമ്മുടെ സങ്കല്പങ്ങൾ ഭ്രമമാണ്, പ്രത്യക്ഷമായ അനുഭവങ്ങളിൽ ഭ്രമമാണ്, പൂർവ്വസ്മരണകളെ സംബന്ധിച്ച് ഒട്ടുമുക്കാലും ഭ്രമമാണ്, ഭാവിയെക്കുറിച്ച് വരുന്ന കൽപ്പനകൾ അതെല്ലാം ഭ്രമമാണ്. അതെല്ലാം 90% ഭ്രമമാണ്. എന്നാലും അല്പമായ സത്യത്തെ എടുത്തുകൊണ്ട് നമ്മൾ വിചാരിക്കുന്നു ഇതെല്ലാം സത്യമാണ്. അതുകൊണ്ട് ഈ അനുഭവം, ഈ ജാഗ്രതയിലെ ഈ അനുഭവം ഇതെല്ലാം പരമാർത്ഥമായി നിലനിൽക്കുന്നു എന്നുള്ളതിന് പ്രമാണമല്ല, ഹേതുവല്ല എന്നാണ് പറയുന്നത്. ഉപലംഭാത് സമാചാരാത് യഥോച്യതേ. ഉപലംഭാത് സമാചാരാത് അസ്തി വസ്തു യഥോച്യതേ.
ജാത്യാഭാസം ചലാഭാസം വസ്ത്വാഭാസം തഥൈവ ച അജാചലമവസ്തുത്വം വിജ്ഞാനം ശാന്തമദ്വയം. കിം പുനഃ പരമാർത്ഥ സദ്വസ്തു യദാസ്പദ ജാത്യാദി അസദ്ബുദ്ധ്യ ഇത്യത ആഹ. കിം പുനഃ പരമാർത്ഥ സദ്വസ്തു, ഇത് ഒരു പ്രതീതി ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ഒരു ഭ്രാന്തി ആയിക്കൊള്ളട്ടെ, സങ്കല്പം, തോന്നൽ എന്നെല്ലാം പറയാം, ഭാനം, ഇതെന്തിനെ ആശ്രയിച്ചാണ് നടക്കുന്നത്? ഈ പ്രതീതിക്ക് ഒരു ആധാരം വേണമല്ലോ. പരമാർത്ഥ സദ്വസ്തു അതെന്താണ്? എന്തിനെ ആശ്രയിച്ച് നടക്കുന്നു? എന്ന് പറഞ്ഞാൽ ഇതുവരെ ചർച്ചയിൽ കാര്യം പറഞ്ഞിട്ടുള്ള ഇല്ല എന്നുള്ളതല്ല. ആ വസ്തുവിന് നമ്മൾ ഓരോരോ പേര് പറഞ്ഞ് ആ വസ്തുവിനെ കുറിച്ച് നമുക്ക് പല ധാരണകളുണ്ട്. ബ്രഹ്മം, ആത്മാവ്, സത്യജിത്താനന്ദം, ഇങ്ങനെ പല 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 പേരുകളിലൂടെ അതിനെക്കുറിച്ച് നമ്മൾ ഓരോ സങ്കല്പങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. വാസ്തവത്തിൽ അതെന്താണ് അത് വ്യക്തമാക്കാൻ വേണ്ടി പറയുന്നു. യഥാസ്പദ ജാത്യാദി അസദ്ബുദ്ധിയ, ഏതെന്നിനെ ആശ്രയിച്ചിട്ടാണ് ഈ അസദ്ബുദ്ധികൾ ഉണ്ടാകുന്നത്. ജന്മസ്ഥിതി ഭംഗങ്ങൾ എവിടെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. എവിടെയാണ് ഇത് സത്യമെന്നതുപോലെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? ഇതിന്റെ ആധാരം ഏതാണ്? അതിന് സമാധാനം പറയുന്നു. അജാതി സജ്ജാതി അവഭാസതേരി ജാത്യാഭാസം തദ്യഥാ ദേവതത്വ ജായത്തെ. ഈ അനുഭവം എന്ന് പറയുന്നത് വളരെ തുച്ഛമാണ് എന്നാണ് ഇവിടെ പറയുന്നത്. നമ്മൾ വളരെ ദൃഢമായി സത്യമായി ധരിച്ചിരിക്കുന്ന ഈ അനുഭവങ്ങൾ നമുക്കൊരിക്കലും ആ അനുഭവത്തെ നമുക്ക് തിരുത്താൻ വയ്യാത്ത തരത്തിൽ നമ്മുടെ ബോധത്തിൽ ഉറച്ചുപോയ അനുഭവങ്ങൾ. ഈ അനുഭവം ഇത് മനസ്സിലാക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ തുച്ഛമാണ്. അതെന്ന് പറയുന്നത് ജാത്യാഭാസം. ആഭാസം എന്ന് പറഞ്ഞാൽ കഴമ്പില്ലാത്തത്, ഒരു പ്രതീതി മാത്രം, ഒരു ഭാനം മാത്രം. അതാണ് ഇത് ജാത്യാഭാസമാണ്. തദ്യഥാ ദേവതത്വ ജായത്തെ. ഒരുവൻ ജനിക്കുന്നു എന്ന് കരുതുന്നു. തന്റെ ജനനത്തെ തനിക്ക് കാണാൻ പറ്റുന്നില്ല, അതുകൊണ്ട് മറ്റൊരാളുടെ ജനനത്തെക്കുറിച്ച് പറയും. ഒന്നുണ്ടായി, അത് പ്രകടമായി, അതിൽ പരിണാമങ്ങളൊക്കെ സംഭവിച്ച് അത് നിലനിന്ന് പോകുന്നതായി അനുഭവപ്പെടുന്നു. ജനനം എവിടെ തുടങ്ങുന്നു എന്ന് നമുക്ക് പറയാൻ വയ്യ. ജനനത്തിന്റെ പരിണാമങ്ങളാണ് നമ്മൾ കാണുന്നത്. ഒരു വൃക്ഷം ഇതെവിടെ എപ്പോ ജനിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റും. അതിന്റെ ജനനം അങ്കുരത്തിലാണോ തുടങ്ങിയത്, അതോ ബീജത്തിലാണോ, ഇനി ആ ഫലത്തിലാണോ? വൃക്ഷത്തിൽ നിന്നല്ലേ ഫലം വരുന്നത്. ഇനി ആ വൃക്ഷത്തിലാണോ അടുത്ത വൃക്ഷത്തിന്റെ ഉത്പത്തി ആരംഭിച്ചതൊന്നും പറയാൻ വയ്യ. നമുക്ക് ജനന തീയതിയൊക്കെ ഉണ്ടത് വേറെ കാര്യം. ആ തീയതിക്കാണോ നമ്മൾ ജനിച്ചത്, അതാർക്കും പറയാൻ കഴിയില്ല. ഇതെന്താണ്? അനുസ്യൂതമായ ഒരു പ്രതീതി. ശരിക്കും കാലം കൊണ്ടോ ദേശം കൊണ്ടോ വിച്ഛേദിക്കാൻ വയ്യാത്തൊരു പ്രതീതിയാണ്. അതുകൊണ്ടാണ് അതിനെ തോന്നൽ, പ്രതിഭാസം എന്ന് പറയുന്നത്. അതാണ് ഇവിടെ ആഭാസം എന്ന് പറയുന്നത്. അനുഭവത്തിൽ അങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ ഇന്ന കാലം ഇന്ന ദേശം എന്ന് നിശ്ചയിക്കാൻ വയ്യ. ആ തുടർച്ചയാണ് നമ്മൾ പറയുന്നത്. എന്ത്?
ചലനം, അതാണ് അടുത്ത് പറയുന്നത് ചലാഭാസം. ചലമിവ ആഭാസതേരി യഥാ സൈവ ദേവദത്തോ ഗച്ഛതി. പ്രപഞ്ചം മൊത്തം നമുക്ക് അനുഭവപ്പെടുന്നത് ചലനാത്മകമായിട്ട്. ആ ചലനത്തെ തന്നെ വേറൊരു ഭാഷയിൽ പറയുന്നു പരിണാമം. പ്രതിക്ഷണം സർവവും അത് പരിണമിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്ഥൂലമായിട്ടത് വസ്തുവിന്റെ രൂപത്തിൽ പരിണമിച്ചുകൊണ്ടിരിക്കുന്നു. സൂക്ഷ്മമായി അത് ഊർജത്തിന്റെ രൂപത്തിൽ പരിണമിച്ചുകൊണ്ടിരിക്കുന്നു. എന്തായാലും ഈ പരിണാമം ഇതൊരാഭാസമാണ്. അതും ദേശകാലങ്ങളോടുകൂടി ബന്ധപ്പെടുത്തി നിശ്ചയിച്ച് ഇന്നടത്ത് നിന്നത് ആരംഭിക്കുന്നു. ഇവിടെ ഇത് സത്യമാണ്, ഇവിടെ ഇത് ഇന്ന രൂപത്തിലാണെന്നൊന്നും പറയാൻ കഴിയത്തില്ല. ഇതും അനുസ്യൂതമായി അതിങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരു നദി എവിടെ നിന്നാണ് അതിന്റെ ഒഴുക്ക് ആരംഭിക്കുന്നതെന്ന് പറയാൻ കഴിയും. അത് ഒരു പ്രവാഹം എന്നേ അതിനെക്കുറിച്ച് പറയാൻ കഴിയുന്നു. അപ്പൊ കാലദേശങ്ങൾ കൊണ്ട് നിശ്ചയിക്കാൻ കഴിയാത്ത ഒന്നിനെ സത്യമെന്നും പറയാൻ കഴിയില്ല. അതുകൊണ്ടത് ചലാഭാസം. ഈ അനുഭവങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ഒന്ന് ജാത്യാഭാസം, ജനിക്കുന്നു എന്ന് നമുക്ക് തോന്നുന്നു, അത് നമുക്ക് നിശ്ചയിക്കാൻ വയ്യ. പിന്നെ ചലാഭാസം, അത് പരിണമിക്കുന്നു എന്ന് നമുക്ക് തോന്നുന്നു, അതും പരമാർത്ഥമല്ല. വസ്തു ആഭാസം, വസ്തുദ്രവ്യം ധർമ്മി തദ്വത് അവഭാസതേരി വസ്തു ആഭാസം യഥാ സയേവ ദേവതത്വ ഗൗരോ ദീർഘയിരി. ഒന്നിൽ തന്നെ പല ധർമ്മങ്ങളും നമ്മൾ ആരോപിക്കുന്നു. പല ധർമ്മങ്ങളും ഒന്നിൻ്റേതാണെന്ന് നമ്മൾ ധരിക്കുന്നു. ഒരു ധർമ്മിയിൽ പല ധർമ്മങ്ങൾ. ദേവദത്തൻ കറുപ്പാണ്, വെളുപ്പാണ്, അവൻ പൊക്കമുള്ളവനാണ്, പൊക്കമില്ലാത്തവനാണ്. ഇതെല്ലാം ആഭാസങ്ങളാണ്. പരമാർത്ഥത്തിലൊരു വസ്തു ഉണ്ടായിരിക്കുകയും അതിൽ മറ്റൊരു വസ്തുവിനെ പരമാർത്ഥമായി കാണുകയും ചെയ്യുന്നു, ധരിക്കുന്നു. അവിടെ ധർമ്മധർമ്മി ഭാവങ്ങളെക്കുറിച്ചെല്ലാം ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരെത്തും പിടിയും കിട്ടത്തില്ല. വെളുത്ത വസ്ത്രം എന്ന് പറയുന്നു. നമ്മളെന്താണ് വസ്ത്രത്തിൽ ഒരു വെളുപ്പിനെ ആരോപിക്കുകയാണ്. പ്രത്യേകിച്ചൊന്നുണ്ടെന്ന് നമ്മൾ ധരിക്കുകയാണ്. വാസ്തവത്തിൽ അങ്ങനെയൊന്നുണ്ടെങ്കിൽ നമ്മൾ ആ വസ്ത്രത്തിൽ നിന്നും ആ വെളുപ്പിനെ പുറത്തെടുക്കണമായിരുന്നു. അത് നമുക്ക് കഴിയുന്നില്ല. അതിന് ദീർഘം, വീതി, ഘനം, പരിണാമങ്ങൾ നമ്മൾ ആരോപിക്കുന്നു. വാസ്തവത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ അതിൽ നിന്ന് വസ്ത്രത്തിൽ നിന്ന് നീളത്തെ എടുത്തു മാറ്റണം, അതിൽ നിന്ന് അതിന്റെ വീതിയെ എടുത്തു മാറ്റണം, അതിന്റെ ഘന പരിണാമത്തെ നമ്മൾ വേറെയാക്കാൻ കഴിയണം. ഭാഷ്യകാരൻ തന്നെ വേറെടുത്ത് പറയും, എത്ര സമർത്ഥനായ ശില്പിയായാലും ശരി, അയാൾക്കൊരിക്കലും ആ വസ്ത്രത്തിൽ നിന്ന് അതിന്റെ പരിണാമങ്ങളെ, ഗുണങ്ങളെ ഒന്നും വേർതിരിക്കാൻ കഴിയില്ല. എന്തുകൊണ്ട് കഴിയുന്നില്ല? അയാൾ വൃഥ അഭിമാനിക്കുകയാണ്, താനാണ് ഇതൊക്കെ സൃഷ്ടിച്ചത്, താനാണ് വസ്ത്രത്തെ സൃഷ്ടിച്ചതെന്ന് കരുതുന്നു. വസ്ത്രം എന്ന് പറയുന്നത് എന്താണ്? ഇതെല്ലാം കൂടെ കൂടിച്ചേർന്നതാണ്. നീളവും ഘനവും പരിണാമവും എല്ലാം കൂടിച്ചേർന്നാണ് വസ്ത്രം. അപ്പോ ആ ശില്പി, സമർത്ഥനായ ശില്പി കരുതുകയാണ് താൻ സൃഷ്ടിച്ചാണ്. താൻ സൃഷ്ടിച്ചാണെങ്കിൽ ഇതെല്ലാം കൂടിച്ചേർന്നാണ് ആ വസ്തുവെങ്കിൽ തന്റെ സൃഷ്ടി എന്ന് പറയുന്നത് എന്താണ്? ഇതിനെല്ലാം കൂടിച്ചേർക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ അയാൾ അതിനെ അതിൽ നിന്ന് വേർതിരിക്കണം. ഒരു വസ്ത്രത്തെ എടുത്തിട്ട് അതിന്റെ നിറത്തെ മാറ്റണം, വേർതിരിച്ച് കാണിക്കണം. അതൊന്നും കഴിയുന്നില്ലല്ലോ. ഇതെന്താണ്? വസ്തു ആഭാസമാണ്. ഒരു പ്രതീതിക്കപ്പുറം അതിൽ പരസ്പരം വേർതിരിക്കത്തക്ക ഒന്നും തന്നെ നിലനിൽക്കുന്നില്ല. കേവല പ്രതീതി മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. അപ്പൊ ജാത്യാഭാസം, ജാതി ഒരു ആഭാസമാണ്, തോന്നലാണ്. ചലനം അതൊരാഭാസമാണ്, തോന്നലാണ്. വസ്തുധർമ്മങ്ങൾ അതും അതുപോലെയാണ്. പിന്നെ ഇവിടെ ഏതിനെയാണ് സത്യം എന്ന് പറയുന്നത്?
പരമാർത്ഥം എന്ന് ധരിച്ചിരിക്കുന്നത് ഒരു വസ്തുവിൽ ഏതിനെയാണ്? അതിന് ജായതേ ദേവദത്ത സ്പന്ദതേ ദീർഘ ഗൗര ഇത്യവും അവഭാസത്തെ. ഇത് കേവലം ഒരു പ്രതീതി മാത്രമാണ്. ചിന്തിച്ചാൽ, ചിന്തിക്കാത്തവരെ സംബന്ധിച്ച സത്യം തന്നെ. അതല്ല ഇവിടെ പറയുന്നു. നേരത്തെ പറഞ്ഞല്ലോ, ഇത് വിവേകികൾക്ക് വേണ്ടി പറയുകയാണ്. പരമാർത്ഥതസ്ഥു അജം അചലം അവസ്തുത്വം അദ്രവ്യം, അതാണ് പരമാർത്ഥം. പരമാർത്ഥത്തിൽ അങ്ങനെ ജനിക്കുന്നില്ല. വ്യാവഹാരികമായ ദൃഷ്ടിയെ ആശ്രയിച്ചുകൊണ്ടാണ് ഇത് ചർച്ച ചെയ്തത്. അങ്ങനെ ഇത് ജനിക്കുന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എന്തുകൊണ്ട് പറയുന്നു ഇത് ജനിക്കുന്നു, ചരിക്കുന്നു, മാറുന്നു? അത് വ്യാവഹാരികമായ ദൃഷ്ടി പറയുന്നു. പരമാർത്ഥത്തിലല്ല. പരമാർത്ഥത വസ്തു അജം അചലം അവസ്തുത്വം അദ്രവ്യം. ദ്രവ്യഗുണ കർമ്മ വിഭാഗങ്ങളൊന്നും ചെയ്യാൻ സാധ്യമല്ല. കൽപ്പനയിൽ ഇതെല്ലാം നടക്കുന്നു, അതൊന്നും വാസ്തവമല്ല. കിം തദേവം പ്രകാരം പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഈ സംഭവിക്കുന്നതൊക്കെ എന്താണ്? അതാണ് ആദ്യം ചോദിച്ചത്. ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നു എന്ന് പറയുന്നു. ഏതാണ് ഇതൊക്കെ ആയി മാറുന്നത്? എവിടെയാണ് ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതിന്റെ എല്ലാം ആധാരം എന്താണ്? അല്ലെങ്കിൽ ഏതെന്നാണ് ഈ നാനാരൂപത്തിൽ പ്രതീതമാകുന്നത്? ഇതാണ് കിം തദേവം പ്രകാരം. അതിനുത്തരമാണ് പറയുന്നത് വിജ്ഞാനം. ഇതിനെ തന്നെ മുമ്പ് പറഞ്ഞു. ചിത്ത്, ചിത്തം, വിജ്ഞപ്തി. ഇതെവിടെയാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അത് തന്നെ. ഇതെവിടെയാ സംഭവിക്കുന്നത്? ഇത് പുറത്തൊന്നും സംഭവിക്കുന്നില്ല, അകത്ത് സംഭവിക്കുന്നില്ല. ഇതൊക്കെ എവിടെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണഗതി പറയും എന്താണ്, ഇതൊക്കെ നമ്മുടെ തലച്ചോറിലാണ് സംഭവിക്കുന്നതെന്ന് പറയും. എന്നിട്ട് നമ്മളത് പരിശോധിച്ചു നോക്കും. അവിടെ ഇതൊക്കെ സംഭവിക്കുന്നുണ്ടോ? അതിനെ ആശ്രയിച്ചിട്ടാണോ ഇതൊക്കെ നിലനിൽക്കുന്നത്? അതിനെ ആശ്രയിച്ചിട്ടല്ല, മറിച്ച് ഈ വിജ്ഞപ്തിയിൽ അത് നിലനിൽക്കുകയാണ്. ഇവിടെ പറയുന്ന ആ ചിത്തത്തിൽ ഇത് നിലനിൽക്കുകയാണ്. ഭൗതികമായി പറഞ്ഞാൽ എന്ത് പറയും? തലച്ചോറ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ നമ്മുടെ ഈ തലയോട്ടിക്കകത്തിരിക്കുന്ന സിരകളിൽ, കോശങ്ങളിലൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെയല്ല സംഭവിക്കുന്നത്. വിജ്ഞപ്തിയിൽ, വിജ്ഞാനത്തിൽ ഇതെല്ലാം നിൽക്കുകയാണ്. തലയും കാലും എല്ലാം നിൽക്കുന്ന അവിടെയാണ്. വിജ്ഞാനത്തെ നമുക്ക് എല്ലാത്തിനെയും കാണാൻ കഴിയുന്നു. ടി വിയിൽ എല്ലാത്തിനെയും കാണാൻ കഴിയുന്നു. അത് ഏതുപോലെ ആ ടി വി സ്ക്രീൻ കാണുന്നതെല്ലാം അതിന്റെ സൃഷ്ടിയെന്ന് കരുതുന്ന പോലെയുള്ള ഒരു വിഡ്ഢിത്തമാണ്. അങ്ങനെ നമുക്ക് കരുതാൻ കഴിയുമോ? അതൊക്കെ അതിന്റെ സൃഷ്ടിയാണ്. ആ സ്ക്രീനിൽ ആണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അതിന്റെ ഉറവിടം മറ്റെവിടെയോ. പക്ഷെ ആ പ്രകാശത്തിനുള്ള കേവലം മാധ്യമങ്ങളാണതല്ല. അവിടെ എന്തൊക്കെ ഉപകരണങ്ങളുണ്ടോ അതല്ല. അതിന്റെ ഉള്ളിലുള്ളതായാലും ശരി, പുറമേ ഉള്ളതായാലും ശരി. പുറമേ ഒരു ഉറവിടത്തെ ആശ്രയിച്ചിട്ടാണ് അവിടെ പ്രകാശിക്കുന്നത്. അതൊരു ഭാനമാണ്. അതുപോലെ ഇതിനപ്പുറമുള്ള ഒരു ഉറവിടത്തെ ആശ്രയിച്ചിട്ടാണ് ഇത് പ്രകാശിക്കുന്നത്. ഈ തലച്ചോറിലൂടെ പ്രകാശിക്കുന്നു. ഒരു ബൾബിന് പ്രകാശിക്കുന്നതിന്
ആ ഫിലമെന്റിന് എന്ത് സ്ഥാനമാണോ ഉള്ളത് അത്രയേ ഉള്ളൂ. നമ്മുടെ ഈ സ്ഥിരാസമൂഹത്തിന് തലച്ചോറിലിരിക്കുന്നു. ആ സ്ഥാനമേ ഉള്ളൂ. അതിനെ ആശ്രയിച്ചത് പ്രകാശിക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ അതല്ല ആധാരം. വാസ്തവത്തിൽ അതിലൂടെ വെളിപ്പെടുന്ന ഈ പ്രകാശമാണ് അതിനും ആധാരം. അതിന് തെളിവാണ് ഈ പ്രകാശം പല രീതിയിൽ അനുഭവപ്പെടുന്നു. ജാഗ്രതയായി അനുഭവപ്പെടുന്നു, സ്വപ്നമായി അനുഭവപ്പെടുന്നു, സുഷുപ്തിയായി അനുഭവപ്പെടുന്നു. അവിടെയെല്ലാം അതേ ഒരു വസ്തു തന്നെ. ഈ തലച്ചോറ് തന്നെ അവിടെ ഇരിക്കുന്നു. പക്ഷെ ഈ ജ്ഞപ്തി വിജ്ഞപ്തി പല രീതിയിൽ അനുഭവപ്പെടുന്നു. ഈ വിജ്ഞപ്തിക്ക് പലതരത്തിൽ പ്രകടമാകാൻ കഴിയും. അത് പല ഉപായങ്ങളെ സ്വീകരിക്കുന്നു. ഉപായത്തിനെ ആശ്രയിച്ചല്ല. ഉപായത്തെ ആശ്രയിക്കുകയാണെങ്കിൽ ആ ഉപായം എപ്പോഴും ഒരുപോലെയായിരിക്കുന്നു. അനുഭവം എപ്പോഴും ഒരുപോലെ ഇരിക്കുന്നു. ഉപായത്തെ ആശ്രയിച്ചാണെങ്കിൽ, ആ മാധ്യമത്തെ ആശ്രയിച്ചാണെങ്കിൽ ആ മാധ്യമത്തിന് മാറ്റമില്ല, അതൊരുപോലെ തന്നെ ഇരിക്കും. പക്ഷെ അനുഭവം വ്യത്യാസപ്പെട്ടു വരുന്നു. ഇതെന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? അവിജ്ഞപ്തിയെ ആശ്രയിച്ചിരിക്കുന്നു. അവിജ്ഞപ്തിയിൽ പലതരത്തിലുള്ള അനുഭവങ്ങൾ മാറി മാറി വരും. ജാഗ്രത, സ്വപ്നവും സുഷുപ്തിയുമായി വരും. പരമാർത്ഥത്തിൽ അതവിടെ ഇല്ല. ഈ വിജ്ഞപ്തിയിലുള്ള ഈ ആഭാസങ്ങളെ എന്ന് പറയുമ്പോൾ ജാഗ്രത, സ്വപ്ന, സുഷുപ്തി എന്നുള്ള ഈ അനുഭവങ്ങളെ മാറ്റി നിർത്തിയാൽ, മാറുന്ന അനുഭവങ്ങളെ മാറ്റി നിർത്തിയാൽ കേവലമായ അവിജ്ഞപ്തി മാത്രമാണ്. ജാത്യാതിരഹിതത്വാ ശാന്തം, അത് വികാരരഹിതമാണ്. മുമ്പ് പറഞ്ഞല്ലോ, ശാന്തം, ശിവം, അദ്വൈതം. അപ്പം പറയും ഞങ്ങൾ തലച്ചോറ് പരിശോധിച്ച് നോക്കി, അങ്ങനെയല്ല, അതിൻ്റെ അകത്ത് പല കാര്യങ്ങളും കാണുന്നുണ്ട്. പല കാര്യങ്ങളും കാണുന്നതിന് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ തലച്ചോറ് പരിശോധിക്കണ്ട. അതിൻ്റെ ആവശ്യമില്ല. ഈ ലോകത്ത് മുഴുവൻ നിങ്ങൾ പല കാര്യങ്ങളും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ എവിടെയാണ് നിങ്ങൾ കണ്ടത്? അന്യന്റെ തലച്ചോറിലല്ല, നിന്റെ വിജ്ഞപ്തിയിലാണിത് കണ്ടതല്ല. നിന്റെ വിജ്ഞാനമാണ് ഓരോന്ന് കാണിച്ചു തരുന്നത്. അതിനെല്ലാത്തിനും കൂടി ചേർത്താണ് നമ്മൾ പറയുന്നത് ജാഗ്രത, സ്വപ്ന, സുഷുപ്തി. അപ്പോൾ മറ്റ് സ്ഥലത്ത് നിങ്ങൾ എന്തൊക്കെ കണ്ടു എന്ന് അവകാശപ്പെട്ടാലും ശരി, അത് കാണുന്നൊന്നും മറ്റൊരു സ്ഥലത്തല്ല. സ്വന്തം വിജ്ഞാനത്തിലാണ് കാണുന്നത്, സ്വന്തം വിജ്ഞപ്തിയിൽ, സ്വന്തം ചിത്തത്തിലാണ് എല്ലാം കാണുന്നത്. അത് ഓരോ സ്ഥലത്തോട് ബന്ധപ്പെടുത്തി കാണുന്നേ ഉള്ളൂ. അതുകൊണ്ട് എന്തിനും ആധാരം എന്താണോ? സ്വന്തം ചിത്ത തന്നെ, വിജ്ഞാനം തന്നെ. നമ്മൾ ഓരോന്നും പഠിക്കുന്നതിനും ഓരോന്നും കണ്ടെത്തുന്നതിനും വേണ്ടി നമ്മൾ ഒരുപാട് ഗവേഷണങ്ങളും പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും എല്ലാം നടത്തുന്നു, ഓരോന്ന് കണ്ടെത്തുന്നു. ഇതെല്ലാം എവിടെയാ സംഭവിക്കുന്നത്? ഇതെല്ലാം സ്വന്തം വിജ്ഞപ്തിയിൽ തന്നെ. ഇവിടെ പറയും സ്വന്തം വിജ്ഞാനത്തിൽ തന്നെ. ആ വിജ്ഞാനത്തിൽ ഓരോന്ന് പ്രകടമാകുകയാണ്. അത് പ്രകടമാകുന്നതിന് ഇവിടെ പറയും വാസ്തവത്തിൽ ബാഹ്യമായ നിമിത്തങ്ങൾ പോലും ആവശ്യമില്ല. ഇവിടെ ഇപ്പോൾ ചർച്ച ചെയ്ത് വരുന്നത് തന്നെ നിമിത്തസ്യ അനിമിത്തത്വം എന്ന് തുടങ്ങിയ ഭാഗം പോലും ചർച്ച ചെയ്യുകയാണ്. വിജ്ഞാനത്തിന് വിഷയം നിമിത്തമേ അല്ല. വിജ്ഞാനം വിഷയത്തെ ആശ്രയിക്കാതെ തന്നെ നിൽക്കുന്നു. എന്നാൽ ആ വിജ്ഞാനത്തിൽ ആരോപിതമായ രീതിയിൽ വിഷയങ്ങൾ നിൽക്കുന്നു. ഇതിന്റെ അടിസ്ഥാനം വിജ്ഞാനം തന്നെയാണ്. അതിനെ ജാഗ്രത, സ്വപ്ന, സുഷുപ്തി അനുഭവങ്ങളിലൂടെ ഇവിടെ സമർത്ഥിച്ചു. അതിന്റെ
സ്വതയുള്ള പ്രകൃതം എന്താണത്? ശാന്തമാണ്. എന്നുവെച്ചാൽ ഈ ആരോപരഹിതമാണ്. ആരോപങ്ങളെ സദാ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും. ആരോപരഹിതമായ ഒന്നിൽ ഈ ആരോപങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ട്? എങ്ങനെ? ഇതെന്ന് തുടങ്ങി? ഇതെന്ന് അവസാനിക്കുന്നു? അതിനാണ് സമാധാനം പറഞ്ഞത് ആവിദ്യകം. ആവിദ്യകമായി കാലദേശങ്ങളെ സൃഷ്ടിച്ചിട്ട് അതിനകത്ത് നിന്നുകൊണ്ട് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. സ്വയം തന്നെ കുരുക്കിട്ടിട്ട് സ്വയം തന്നെ അതിനെ അഴിക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ അഴിക്കാൻ ശ്രമിച്ചാൽ അത് അഴിയും തോറും കുരുങ്ങുന്ന കുടുക്കായി തന്നെ തീരും. അങ്ങനെ ഒരിക്കലും ഈ കുടുക്കിൽ നിന്ന് തലപൂരാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇതിന്റെ പരമാർത്ഥ സ്വരൂപത്തെ ബോധിക്കുക. ഈ ആരോപത്തിൽ നിന്നുകൊണ്ട് ചോദ്യങ്ങളും സമാധാനങ്ങളും കണ്ടെത്തിയാൽ ഇത് അവസാനിക്കത്തില്ല. ഈ പ്രക്രിയ ഇങ്ങനെ അനുസ്യൂതമായി അനവരതമായി നിരന്തരം തുടർന്നുകൊണ്ടേയിരിക്കും. അതിന്റെ വാസ്തവ സ്വഭാവം അത് ശാന്തമാണ്. അതിനാണ് തുര്യൻ എന്ന് പറഞ്ഞത്. അതും ഇതുമായിട്ടുള്ള വ്യത്യാസം എന്താണ്? അത് പറഞ്ഞു തുര്യാധിഗമം. തുര്യാധിഗമത്തിൽ ഈ ആരോപങ്ങളെല്ലാം അവസാനിക്കുന്നു. അല്ലെങ്കിൽ ഈ ആരോപങ്ങൾ തുര്യനെ സ്പർശിക്കുന്നില്ല. പലതരത്തിലും പറയാം. ഇതൊക്കെ അവസാനിക്കുന്നു, ഇത് വീണ്ടും തുടരല്ലേ എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരമാണ് ഇതതിനെ സ്പർശിക്കുന്നില്ല. അല്ല, ഇത് അവസാനിക്കുന്നു എന്നാണ് ഒരാളുടെ നിശ്ചയമെങ്കിൽ ശാന്തമാണ്, ഇതൊന്നും അവിടെ ഇല്ല എന്ന് പറയും. ഇത് അവസാനിക്കാമല്ലോ, പറയാം. ഇത് സുഷുപ്തിയിൽ അവസാനിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു തുര്യ ഭാവത്തിൽ ഇതെല്ലാം അവസാനിച്ചുകൂടെ? അവസാനിക്കാം. അവസാനിച്ചുകൂടായികയില്ല. എന്തുകൊണ്ട്? പരമാർത്ഥത്തിൽ ഇത് ഉണ്ടായിട്ടേ ഇല്ല. ഉണ്ടായിട്ടേ ഇല്ലാത്ത ഒന്ന് അവസാനിക്കുന്നു എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമാണ്, ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ആ ഒരു തലത്തിൽ, ആ ഒരു അർത്ഥത്തിൽ. എന്നാൽ ഈ അനുഭവം നിലനിൽക്കുന്നല്ലോ എന്നാണെങ്കിൽ അത് നിലനിന്നോട്ടെ, ഈ അനുഭവം നിലനിൽക്കാം. പക്ഷെ അത് ശാന്തമായിരിക്കും. ആരോപരഹിതമായിരിക്കുന്ന ആരോപം. അതാണ് മരുമരീചികയുടെ തത്വത്തെ ഗ്രഹിച്ചവന് അത് അശാന്തി ഉണ്ടാക്കുന്നില്ല. അതുണ്ടാക്കുന്ന അശാന്തി എന്താണ്? ദാഹം തോന്നുക. ദാഹം തോന്നുമ്പോൾ വെള്ളം കുടിക്കുന്നതിന് വേണ്ടി അതിന്റെ സമീപത്തേക്ക് പോവുക, അതിൽ നിന്ന് വെള്ളം കുടിക്കാൻ ശ്രമിക്കുക, വീണ്ടും ദാഹം ഉണ്ടാവുക, ദാഹം ശമിപ്പിക്കുക. ഇതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നു. ഇതാണ് ആ മരുമരീചിക ഉണ്ടാക്കുന്ന ശാന്തി. അതിന്റെ തത്വത്തെ ഗ്രഹിച്ചവനോ ഇത്തരത്തിലുള്ള സങ്കല്പങ്ങളില്ല. അവൻ ഒരിക്കലും സങ്കല്പിക്കുന്നില്ല ഇതുകൊണ്ട് എന്റെ ദാഹം മാറ്റാം. അവൻ സങ്കല്പിക്കുന്നില്ല. അതിനുവേണ്ടി അവൻ പരിശ്രമിക്കുന്നില്ല. അതാണല്ലോ പറയുന്ന വിജ്ഞപ്തിയുടെ ശാന്തത. ആ ശാന്തതയിൽ നിൽക്കാം. ആ ശാന്തതയിൽ നിന്നാണ് ഈ അശാന്തിയെല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആ ശാന്തതയിൽ നിന്ന് അശാന്തി ഉണ്ടാകുന്നുണ്ടെങ്കിൽ പിന്നെ ഈ അശാന്തിയിൽ നിന്ന് മോചനം എവിടെ? ഈ അശാന്തി പരമാർത്ഥമല്ല എന്നറിഞ്ഞത് തന്നെ അതിന്റെ മോചനം. ഇത് പരമാർത്ഥമാണെങ്കിൽ ഇതിനെ ബന്ധിക്കാൻ പറ്റും. ഇത് പരമാർത്ഥമല്ല എന്നറിഞ്ഞാൽ അത് മോചനമായി. അതേവ അദ്വയം തത്. അതാണ് അദ്വയാനുഭൂതി. അതാണ് തുര്യൻ. അതാണ് പരമാർത്ഥം എന്നാണ് ഇവിടെ പറയുന്നത്. അജാചലമവസ്തുത്വം.
ജാത്യാഭാസം ചലാഭാസം അസ്ത്വാഭാസം തഥൈവ ച അജാചലമവസ്തുത്വം വിജ്ഞാനം ശാന്തമദ്വയം ഏവം ന ജായത്തെ ചിത്തം ഏവം ധർമ്മാ അജാസ്മൃതാ ഏവമേവ വിജാനന്തോ ന പതന്തി വിപര്യയേ ഏവം യഥോക്തേഭ്യോ ഹേതിഭ്യോ ന ജായതേ ചിത്തം. ഈ പറഞ്ഞ ഹേതുക്കളനുസരിച്ച് എന്ന് പറഞ്ഞാൽ ഇതുവരെ പറഞ്ഞ വിശദീകരണങ്ങളനുസരിച്ച് ചിന്തിച്ചാൽ ഒരുവന് ബോധ്യമാകുന്നു എന്താണ് ചിത്തം ന ജായതേ. ചിത്തം അതെന്താണ് എന്ന് പറഞ്ഞതുപോലെ വിജ്ഞാനം ശാന്തം അദ്വയം. ചിത്തം ശാന്തമാണ്, അദ്വയമാണ്. ഏവം ധർമ്മാഹ ആത്മാനഹോ അജാഹ സ്മൃതാഹ ബ്രഹ്മഭി. ഈ ധർമ്മങ്ങൾ, അനേക ജീവഭാവങ്ങൾ, താനായും അന്യനായും അറിയുന്ന ഭാവങ്ങൾ, തന്നിൽ തന്നെ അനുഭവപ്പെടുന്ന അനേക ഭാവങ്ങൾ, അതാണ് ധർമ്മാഹ ആത്മാനഹ അജാഹ. വാസ്തവത്തിൽ അവ അജങ്ങളാണ്. സ്മൃത ബ്രഹ്മവിദ്ഭി എന്നാണ് ഇതിന്റെ തത്വത്തെ അറിഞ്ഞ ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത്. ധർമ്മ ഇതി ബഹുവചനം ദേഹഭേദാനുവിധായിത്വാ അദ്വൈസേവ ഉപചാരതഃ. വീണ്ടും നിങ്ങൾ അനേകത്തെക്കുറിച്ച് പറയുന്നു. അദ്വയം എന്നാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് എന്ന് വെച്ചാൽ ഏകം. ഏകത്തെക്കുറിച്ച് പറഞ്ഞു നിർത്തിയതിനു ശേഷവും വീണ്ടും അനേകത്തെക്കുറിച്ച് പറയുന്നു. ധർമ്മാഹ ആത്മാനഹ അജാഹ. ബഹുവചന പ്രയോഗങ്ങളാണ്. ഒന്നാണെങ്കിൽ അത് പറയേണ്ട കാര്യമില്ല. ധർമ്മ ആത്മാ അജഹ എന്നൊക്കെ പറയേണ്ടത്. അദ്വയം എന്ന് പറഞ്ഞിട്ട് വീണ്ടും നാനാത്വത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഇങ്ങനെയാണെങ്കിൽ ഈ ചർച്ച അവസാനിക്കത്തില്ലല്ലോ. അത് പറയുന്നു, ഈ ആരോപങ്ങളെ നിങ്ങൾ നിലനിർത്തുന്നു. ഈ ആരോപങ്ങളിൽ നിന്ന് നിങ്ങൾ മുക്തനായാൽ പിന്നെ ഒന്നെന്ന് പറഞ്ഞാൽ മതി. ആത്മാ അജഹ അദ്വയ എന്ന് ഏകവചനത്തിൽ പറയാം. പക്ഷെ പറഞ്ഞിട്ടും കേട്ടിട്ടും ഇതിൽ നിന്നുള്ള വാസ്തവ മുക്തി സംഭവിക്കുന്നുണ്ട്, മോചനം സംഭവിക്കുന്നുണ്ട്. പരമാർത്ഥത്തിൽ പറഞ്ഞല്ലോ നിത്യമുക്തനാണ്. ഭ്രാന്തി കൊണ്ട് വീണ്ടും മോചനത്തിന് വേണ്ടി ശ്രമിക്കുന്നു. ആ ഭ്രാന്തി നിലനിൽക്കുന്നു. അത് നിലനിൽക്കുന്നിടത്തോളം കാലം ആ ഭ്രാന്തി അംഗീകരിക്കേണ്ടി വരും. അപ്പോൾ അതിനെ പലതെന്ന് പറയേണ്ടി വരും. പിന്നെ അവിടെ ഒന്നേ കഴിയത്തുള്ളൂ. എന്താണോ ആ പലത്, ഈ പല അനുഭവങ്ങൾ അസത്യമല്ല, അത് അസത്യമാണെന്ന് ബോധിപ്പിക്കാനേ കഴിയത്തുള്ളൂ. ബോധിപ്പിക്കുന്ന ആളല്ലല്ലോ ഇത് ബോധിക്കേണ്ടത്, കേൾക്കുന്നവനാണ് ബോധിക്കേണ്ടത്. അവനത് ബോധിക്കാത്തിടത്തോളം കാലം ദേഹഭേദ അനുവിധായിത്വ, അവൻ ദേഹഭേദത്തെ പിന്തുടരുന്നു. ഞാനെന്നും നീയെന്നും അനേകമെന്നുമുള്ള ഈ ദേഹഭേദത്തെ പിന്തുടരുന്നു. അദ്വൈസൈവ. അതുകൊണ്ട് ആ അദ്വൈതത്തെ ബോധിപ്പിക്കുമ്പോൾ ഉപചാരതഃ, ആ പരമാർത്ഥത്തിൽ തന്നെയുള്ള ഇതിന് ആരോപിത ദൃഷ്ടി എന്ന് പറയും. നേരത്തെ പറഞ്ഞല്ലോ, ആ പരമാർത്ഥത്തെ തന്നെ രണ്ടു തരത്തിൽ ബോധിപ്പിക്കുന്നു. ഒന്ന് വ്യാവഹാരികമായ ദൃഷ്ടിയിൽ, മറ്റൊന്ന് പാരമാർത്ഥികമായ ദൃഷ്ടിയിൽ. ആ പാരമാർത്ഥികമായ ദൃഷ്ടിയിൽ ബോധിപ്പിക്കുമ്പോൾ തന്നെ ഒന്ന് ആരോപിതമായ ദൃഷ്ടിയിൽ ബോധിപ്പിക്കുന്നു. പരമാർത്ഥമല്ലാത്ത ആരോപങ്ങൾ എന്ന് പറഞ്ഞ് ബോധിപ്പിക്കുന്നു. അത് തന്നെ അപവാദ ദൃഷ്ടിയിലും ബോധിപ്പിക്കും. ആരോപങ്ങളേ ഇല്ല.
ആരോപിക്കാനും ഒന്നുമില്ല. എന്നിങ്ങനെ അപവാദ ദൃഷ്ടിയിലും ബോധിപ്പിക്കും. എന്ന് പറഞ്ഞാൽ അദ്വൈതമായ ഒന്നിൽ നമ്മൾ ആദ്യം ബോധിപ്പിക്കുന്ന എന്താണ്? പരമാർത്ഥമായ ഈ വിജ്ഞപ്തിയിൽ, വിജ്ഞാനത്തിൽ ഉള്ള ഭ്രാന്തിയാണ് ഇതെന്ന് ബോധിപ്പിക്കുന്നത്. അതാണ് ആരോപിത ദൃഷ്ടി. ഭ്രാന്തി എന്ന് പറഞ്ഞാൽ ഇത് അസത്യമാണ് എന്നാണ്. അപവാദ ദൃഷ്ടി ബോധിപ്പിക്കുമ്പോഴോ ആ ഭ്രാന്തിയെ നിഷേധിക്കുന്നു. ഏകമായിരിക്കും എന്ത് ഭ്രാന്തി? ആ ഭ്രാന്തിയെ നിഷേധിക്കുന്നു. ഇവിടെ പറയുന്നു, നിങ്ങൾക്ക് നാനാത്വ ബോധം ഉള്ളതുകൊണ്ട് ആരോപിത ദൃഷ്ടി ബോധിപ്പിക്കുകയാണ്. ഉപചാരത, ആരോപിതമായി ബോധിപ്പിക്കുന്നു. അതുകൊണ്ടാണ് ബഹുവചനം പ്രയോഗിക്കുന്നത്. അനുഭവത്തെ അംഗീകരിക്കുന്നു, അനുഭവത്തെ സത്യമല്ല എന്ന് ബോധിപ്പിക്കുന്നു. രണ്ടു കാര്യങ്ങളും ചെയ്യുന്നു. ആ സത്യമല്ലാത്ത അനുഭവത്തെ ഭ്രാന്തി എന്ന് പറയുന്നു. ഇനി അതിനെ നിഷേധിക്കാം. സത്യമല്ലാത്ത അനുഭവം ഭ്രാന്തി അങ്ങനെ ഒന്നുമില്ല, സത്യം മാത്രമേ ഉള്ളൂ. അത് അപവാദ ദൃഷ്ടിയിൽ ബോധിപ്പിക്കുന്നു. ഇവിടെ ഇപ്പോൾ പറയുന്നു, അങ്ങനെ ബോധിപ്പിക്കാനാണ് എപ്പോഴും ശ്രമിക്കുന്നത്. പക്ഷെ അത് ബോധിക്കുന്നില്ല. ഏകമാണ്, അദ്വൈതമാണ്, വിജ്ഞാനം എന്നാണ് ബോധിപ്പിക്കുന്നത്. പിന്നെ അവിടെ ഭ്രാന്തിക്കുന്നൊരു സ്ഥാനമുണ്ട്. പക്ഷെ ആ നിലയിൽ എത്തുന്നില്ല. ആ അപവാദത്തെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അങ്ങനെ വരുമ്പോൾ ആരോപിതമായി ബോധിപ്പിക്കുന്നു. ശരി, നിനക്കൊരു ഭ്രാന്തി സംഭവിച്ചിരിക്കുന്നു, അസത്യമായ അനുഭവം സംഭവിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇവിടെ പറയുന്നു, അജാഹ ആത്മാനഹ എന്നെല്ലാം പലതിനെ അംഗീകരിച്ചതുപോലെ സംസാരിക്കുന്നു എന്നാണ്. ഏവമേവ യഥോക്തം വിജ്ഞാനം ജാത്യാദിരഹിതം അദ്വയം ആത്മതത്വം വിജാനന്തഃ തക്തബാഹ്യേഷണാഃ പുനർന പതന്തി അവിദ്യാധ്വാന്തസാഗരേ വിപര്യേ. യഥോക്തം വിജ്ഞാനം, നേരത്തെ പറഞ്ഞല്ലോ, വിജ്ഞാനം ശാന്തം അദ്വയം. എന്താണ്? ജാത്യാദിരഹിതം, ഈ ഭ്രാന്തികളൊന്നും ഇല്ലാത്തതാണ് അദ്വയം. അവിടെ ബഹുവചന പ്രയോഗങ്ങളൊന്നുമില്ല, അത് ഏകമാണ്. ആത്മതത്വം വിജാനന്തഃ, അദ്വയം ആത്മതത്വം, ആ അദ്വയമായിരിക്കുന്ന ഏകമായിരിക്കുന്നതാണ് തന്റെ തത്വം എന്ന് അറിയുന്നവൻ എന്നാണ്. അതാണ് തന്റെ വാസ്തവ സ്വരൂപം എന്ന് ബോധിപ്പിക്കുന്നവൻ. ആത്മതത്വം എന്ന് പറയുമ്പോൾ തന്റെ തന്നെ വാസ്തവ സ്വരൂപത്തെ അതായി അറിയുന്നവൻ. ശ്രുതി അല്ലെങ്കിൽ ആചാര്യൻ ഇവിടെ ബോധിപ്പിക്കുന്ന ഒന്ന്, അതിനെ ബോധിപ്പിക്കുന്ന ഒരു വസ്തുവായി അറിഞ്ഞുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. അവനെ താനായിട്ട് തന്നെ അറിയണം. അതാണ് അദ്വയം ആത്മതത്വം വിജാനന്തഃ. ആ ശ്രുതി ബോധിപ്പിക്കുന്ന, ആചാര്യൻ ബോധിപ്പിക്കുന്ന അത് താനായി തന്നെ അറിയുന്നു. തന്നിലാണല്ലോ ഈ ദ്വൈതഭ്രാന്തി. ആ താൻ ഈ ദ്വൈതഭ്രാന്തി രഹിതനാണ് എന്ന് ബോധിപ്പിക്കുന്നവൻ തെക്തബാഹ്യേഷണഃ. അവന് പിന്നെ വികാരങ്ങൾ എവിടെ നിന്ന് വരും? അവന് സങ്കല്പം, ഇച്ഛ, ഇതെല്ലാം പിന്നെ എങ്ങനെയാണ് വരുന്നത്? അന്യമായ ഒന്നിനെ കുറിച്ചുള്ള വികാരങ്ങൾ, അന്യമായ ഒന്നിനെ കുറിച്ചുള്ള സങ്കല്പങ്ങൾ, ഇച്ഛകൾ, അതെല്ലാം അവനിൽ ത്യജിക്കപ്പെട്ടിരിക്കുന്നു. അതാണ് തെക്തബാഹ്യേഷണ. ഈ ഒരവസ്ഥയിൽ പിന്നെ അവനെ ത്യജിക്കേണ്ട ആവശ്യമില്ല. അതിൽ നിന്നെല്ലാം അവൻ മുക്തനായിരിക്കുന്നു. പുനർന പതന്തി, അവന് വീണ്ടും പതനം സംഭവിക്കുന്നില്ല. എവിടെയാണ് അവനിപ്പോ പതിച്ചിരിക്കുന്നത്? അവിദ്യാധ്വാന്തസാഗരേ വിപരീ. ഇത് ആചാര്യൻ ജന്മജന്മങ്ങളിൽ ബോധിപ്പിച്ചിട്ടും ബോധിക്കാൻ കഴിയും.
എന്തുകൊണ്ടാണ്? അവിദ്യാധ്വാന്തമാണ്, അവിദ്യയാകുന്ന അന്ധകാരമാണ്. സാധാരണ ഇരുട്ടിൽ തന്നെ മനുഷ്യന് കാഴ്ചശക്തി ഉള്ളവന് തന്നെ അത് നഷ്ടപ്പെട്ടു പോകുന്നു, ഒന്നും കാണാൻ കഴിയുന്നില്ല. ശക്തമായ വെളിച്ചം കൊണ്ട് ശക്തമായ ഇരുട്ടിനെ ഇല്ലാതാക്കാൻ കഴിയും. ഇതെന്താണ്? അവിദ്യയാകുന്ന അന്ധകാരമാണ്, ഇരുട്ടിനും കാരണമായ ഇരുട്ടാണ്. അവിടെ വെളിച്ചത്തിനും കാരണമായിരിക്കുന്ന വെളിച്ചം വന്നാലേ പറ്റും. അവിദ്യാധ്വാന്ത സാഗരേ, ഇതൊരു ചെറിയ ഇരുട്ടല്ല, ഇതൊരു സാഗരമാണ്. കാഴ്ചയില്ലാതാകാൻ ഈ ലോകം മുഴുവൻ ഇരുട്ടാവേണ്ട കാര്യമൊന്നുമില്ല. കണ്ണിനെ ഇരുട്ട് മൂടിയാൽ മതി, ചെറിയൊരു തിമിരം വന്നാൽ ലോകത്ത് മുഴുവൻ പ്രകാശമുണ്ടെങ്കിലും അവൻ ഇരുട്ടിലായി. ഇത് അങ്ങനെയല്ല, ഒരു സാഗരമാണ്, വലിയ അന്ധകാരമാണ്. വിപരിയെ, ഭ്രാന്തമായൊരു അന്ധകാരം. അന്ധകാരം തന്നെ ഭ്രാന്തി രൂപത്തിലായി, അത് തന്നെ ഒരു സമുദ്രം പോലെയായി. ഇതെല്ലാം കൂടെ ചേർത്ത് പറയുമ്പോഴാണ് അതിന് അവിദ്യ എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു നിസ്സാര കാര്യമില്ല. അതുകൊണ്ടാണ് ജന്മജന്മങ്ങളിൽ ആചാര്യൻ ബോധിപ്പിച്ചിട്ടും അത് ബോധിക്കാതിരിക്കുന്നത്. വീണ്ടും ഈ അസത്തിൽ തന്നെ ദൃഢാഗ്രഹത്തോടുകൂടിയിരിക്കുന്നത്. പക്ഷേ അങ്ങനെ ഒരു സാഗരത്തിലേക്ക് അവൻ പതിക്കുന്നില്ല. എന്തുകൊണ്ട് പതിക്കുന്നില്ല? അത് വെളിച്ചത്തിന്റെ പ്രത്യേകതയാണ്, ഇരുട്ടിന്റെയും പ്രത്യേകതയാണ്. ഇരുട്ടിനെ വെളിച്ചം കൊണ്ട് നശിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഇരുട്ടിന് തിരിച്ചു വരാൻ കഴിയുന്നില്ല. എന്നേക്കുമായി നശിച്ചു കഴിയും. നമുക്കിവിടെ പല ഇരുട്ട് അനുഭവപ്പെടുന്നു, കാരണം ഇവിടെ പല വെളിച്ചങ്ങളുള്ളതുകൊണ്ട്. ഇവിടുത്തെ വെളിച്ചം എന്ന് പറയുന്നത് എന്താണ്? വിജ്ഞപ്തി തന്നെ. ആ വിജ്ഞപ്തിക്ക് മുമ്പിൽ ഒരു അന്ധകാരമേ ഉള്ളൂ. അതിനാണ് നമ്മൾ സ്വരൂപ വിസ്മൃതി എന്നെല്ലാം പറയുന്നത്. ആ അന്ധകാരം ഈ വിജ്ഞപ്തിയിൽ നശിച്ചു കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു അന്ധകാരമില്ല. അതുകൊണ്ട് തന്നെ അവന് പിന്നീട് രണ്ടാമതൊരു ബന്ധനവുമില്ല. ഇത് ബോധിച്ചത് നമ്മൾ വിജ്ഞന്മാരും അജ്ഞന്മാരുമായി ഇങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കുന്നു ജന്മങ്ങളായി. എന്തുകൊണ്ട് സംഭവിക്കുന്നു? ഇവിടെ പറയുന്ന വിജ്ഞപ്തിയുടെ പ്രകാശം ഉണ്ടായിട്ട് നമുക്ക് പല വെളിച്ചങ്ങളും കിട്ടിയിട്ടുണ്ട്. ആ വെളിച്ചങ്ങളൊന്നും പോരാ, പര്യാപ്തമല്ല. എന്തിന്? ഈ പറയുന്ന അവിദ്യാധ്വാന്ത സാഗരേ വിപരിയെ എന്ന് പറഞ്ഞ് ഇതിനെ നശിപ്പിക്കാനുള്ള ശേഷി അതിനൊന്നുമില്ല. അതിന്റെ വെളിച്ചം വരുമ്പോൾ എന്ന് പറഞ്ഞ വിജ്ഞാനം, ശാന്തം, അദ്വയം എന്ന് പറഞ്ഞ വെളിച്ചം വരുമ്പോൾ ഏകമായിരിക്കുന്ന ഈ അജ്ഞാനം നശിക്കുന്നു. രണ്ടാമതവിടെ ഒന്നില്ല. അതുകൊണ്ട് വീണ്ടും ന പതന്തി, അവൻ വീണ്ടും പതിക്കുന്നില്ല. അക്കാര്യം ശ്രുതി പറയുന്നുണ്ട്. തത്ര കോ മോഹ കശോക ഏകത്വം അനുപശ്യതഃ. ആ സത്യത്തെ ഗ്രഹിക്കുന്നവന് ശോകമോഹങ്ങൾ എവിടെ? അതവന് സംഭവിക്കുന്നില്ല. പരമാർത്ഥത്തിൽ ശോകമോഹങ്ങളൊന്നും സംഭവിക്കുന്നില്ല എന്നർത്ഥം. ഇത്യാദി മന്ത്രവർണ്ണ. ഇതിവിടെ മാത്രം പറയുന്നതല്ല, ഉപനിഷത്തിൽ സർവത്ര ഇത് തന്നെയാണ് പറയുന്നത്. എന്നാണ് ഇവിടെ പറയുന്നത്. ഏവമേവ വിജാനന്ദഃ ന പതന്തി വിപരീയേ. അറിഞ്ഞവന് പിന്നീട് പതനം സംഭവിക്കുന്നില്ല എന്നാണ്. ഏവം ന ജായതേ ചിത്തം ഏവം ധർമ്മ അജാസ്മൃതാഃ ഏവം ഏവ വിജാനന്തോ ന പതന്തി വിപരീയേ. ശാന്തി ശാന്തി ശാന്തി.